ഹായ്, ഞാനിന്നൊരു വാർത്ത കണ്ടു. ചെകുത്താൻ എന്ന് വിളിപ്പേരുള്ള അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത്. ആ വാർത്ത കണ്ടപ്പോൾ ആക്ച്വലി ഒന്നും തോന്നിയില്ല. അത് നന്നായി എന്ന് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും കാണുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ആൾക്കാരെ അധിക്ഷേപിക്കുന്ന രീതി, ഇതൊക്കെ കാണുമ്പോൾ ഒരു വാണിംഗ് അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനമുള്ള കുറച്ച് വീഡിയോകൾ എടുത്ത് കണ്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ കാമ്പില്ലാതില്ല. വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമായ രീതിയിലൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തെ മെയിൻ പ്രോബ്ലം ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഒരാളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ വീഡിയോ ഇടാൻ, അതും അദ്ദേഹം ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ഒരാളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ, ഇതൊക്കെ ഭയങ്കര അരോചകമായിട്ടുള്ളതാണ്. അവിടെ അദ്ദേഹത്തിന് തിരുത്തുക തന്നെ വേണം. പക്ഷേ ചെകുത്താൻ എന്ന് പറയുന്ന ആ വ്യക്തിനെ കുറ്റപ്പെടുത്തുമ്പോഴും നമുക്ക് അയാൾ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അയാൾ ധൈര്യത്തോടെ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ശരിയാണെന്ന് തോന്നിപ്പോവും. എവിടെയൊക്കെയോ ഇപ്പോൾ അദ്ദേഹം മോഹൻലാലിനെ വളരെയധികം പുച്ഛിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പണ്ട് മുതലേ അറിയാതെയൊക്കെ, അതായത് അറിഞ്ഞുകൊണ്ട് ആരും ചെകുത്താൻ്റെ വീഡിയോ കാണാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന ലാംഗ്വേജ് തന്നെയാണ് അതിന് കാരണം. ലാംഗ്വേജ് മീൻസ് ആൾക്കാരെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഒരു സാധാരണ ഓഡിയൻ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് കേട്ടിരിക്കാൻ അത്ര രസം തോന്നിയിട്ടില്ലാത്തത് കൊണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ മിക്കപ്പോഴും അറിയാതെയാണ് കാണേണ്ടി വന്നിട്ടുള്ളത്. അറിഞ്ഞുകൊണ്ട് ഞാൻ പോയി അത് കാണാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹം മോഹൻലാലിനെ, മമ്മൂട്ടീനെ, സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടുള്ളവര്, അതും അല്ലെങ്കിൽ ഏതെങ്കിലും പദവിയിലിരിക്കുന്നവര്, ഇവരെയൊക്കെ കരുതിച്ച് കാണിക്കാൻ ചെകുത്താന് ഒരു വല്ലാത്ത ഹരമാണ്. അത് ഒരിക്കൽ പോലും ഇതിലൊരാളെ കുറിച്ച് പോലും നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം കുറേ വീഡിയോകൾ ചെയ്ത് കുറച്ച് പേര് അദ്ദേഹത്തെ അറിയാൻ തുടങ്ങി. ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലും. ആ വീഡിയോകളിലൊക്കെ അദ്ദേഹം ഇവരുടെ പേഴ്സണൽ ലൈഫ്, അതായത് ഈ പറഞ്ഞ താരങ്ങളുടെയൊക്കെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അവർ പേഴ്സണൽ ലൈഫിലൊന്നും ശരിയല്ല, വൃത്തികെട്ട ഒരു പേഴ്സണൽ ലൈഫാണ് അവർ ജീവിക്കുന്നത്, അങ്ങനെയുള്ള രീതിയിലുള്ള വീഡിയോകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്നേ വരെ ആരും മമ്മൂട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ മമ്മൂക്കനെ കുറിച്ചോ മോഹൻലാലിനെ കുറിച്ചോ ലാലേട്ടനെ കുറിച്ചോ ഒന്നും പേഴ്സണൽ ലൈഫ്, അവരുടെ പേഴ്സണൽ ലൈഫ് ഇതാണെന്ന് പറഞ്ഞ് ആരും പരാതി കൊടുത്തിട്ടില്ല. അവരുടെ പേഴ്സണൽ ലൈഫ് എന്തും ആയിക്കോട്ടെ, ഒരു പരാതി കിട്ടാത്ത സ്ഥിതിക്ക്, അതായത് ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ആരും വന്ന് പരാതി പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇയാൾ ഇത്രയും അറിവോടുകൂടി സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അയാൾക്ക് എന്ത് അറിവാണുള്ളത്? അയാൾക്ക് എന്ത് ഫാക്റ്റാണ് അയാൾ പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കാൻ വേണ്ടിയുള്ളത്? അതൊക്കെ ഒരു ചോദ്യങ്ങളല്ലേ? ഒന്നുമില്ലാതെ നമുക്കൊരാളെ കുറിച്ച് കേട്ടു, ഞാൻ അവിടെ കേട്ടു, ഞാൻ ഇവിടെ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാളെ കുറിച്ച് പറയാൻ പറ്റുമോ? വ്യക്തമായ ഒരു പരാതിക്കാരില്ലാത്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ പരാതിക്കാർ മുന്നോട്ട് വരാത്ത സ്ഥിതിക്ക് അങ്ങനെയൊക്കെ ഒരാളെ അവഹേളിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. കാരണം ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ കുറിച്ച് ഇങ്ങനെ അനാവശ്യങ്ങൾ പറയുന്നത് ഒരു തരത്തിലും ശരിയായിട്ടുള്ള കാര്യമല്ല. നമുക്ക് വ്യക്തമായി നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളില്ലാത്തടത്തോളം കാലം അങ്ങനെ ആരെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനോടനുബന്ധിച്ച് ഞാൻ കുറച്ച് വീഡിയോകൾ കണ്ടു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുണ്ടായി എന്നുള്ളതാണ്. അതായത് ലാലേട്ടൻ ആ ദുരന്ത സ്ഥലത്തെത്തിയതിനെ കുറിച്ച് കുറേ കമൻറ്റുകൾ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടനെ കോമാളി എന്ന് വിളിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ കമൻറ്റുകളും അങ്ങനെയൊക്കെയുള്ള കുറേ വീഡിയോകൾ അദ്ദേഹം ചെയ്തിരുന്നു, ചെകുത്താൻ ചെയ്തിരുന്നു. അതിനെന്തധികാരമാണ് അദ്ദേഹത്തിനുള്ളത്? വ്യക്തമായ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു ദുരന്തഭൂമി സന്ദർശിച്ചതിന് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംബോധന ചെയ്തുകൊണ്ട് വീഡിയോകൾ ഇടാനുള്ള അധികാരം എന്തിൻ്റെ പേരിലാണെങ്കിലും അദ്ദേഹത്തിനില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, അവിടെ വെച്ച് ഇതുപോലെ സെൽഫി എടുത്തു, നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമാണ് ആ ഭൂമിക്കടിയിൽ കിടന്നിരുന്നതെങ്കിൽ നിങ്ങളത് ചെയ്യുമായിരുന്നോ? ആ ചോദ്യങ്ങളൊക്കെ അർത്ഥവത്താണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് ശേഷം. അദ്ദേഹത്തിനോട് പോലീസ് പറഞ്ഞു, ഫോൺ ചെയ്ത് ചോദിച്ചപ്പം പോലീസ് പറഞ്ഞു, നീ ഇങ്ങ് വന്നോ, ജാമ്യം എടുത്തിട്ട് തിരിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ പോലീസ് പിടിച്ച് തെളിവെടുപ്പിനായിട്ട് ഇപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ്, അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ റിസ്ക്കിലാണ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു.
ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് മാനസികമായി സൈക്കോളജിക്കലി അദ്ദേഹത്തിന് ഇല്ലായിട്ടാണ് പല കാര്യങ്ങളും പല വീഡിയോകളും എടുത്താൽ നമുക്ക് ഫീൽ ചെയ്യുക. മാനസികമായ അസുഖമുള്ള ഒരാളെ പോലെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഓൾറെഡി വക്കീലുണ്ട്. അപ്പം അഡ്വക്കേറ്റ് ഓൾറെഡി സംസാരിക്കുന്നുണ്ട്. അതിനുള്ള എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഇവിടെ സിദ്ദിഖ് മാത്രമാണ് ഇപ്പോൾ ലാലേട്ടനെ എതിരെ അസഭ്യം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. മേജർ രവി ഇതുപോലെ മിലിറ്ററിയിൽ പരാതി നൽകും, മദ്രാസ് യൂണിറ്റ്, അതായത് അവരുടെ ഇതിൽ പരാതി നൽകുമെന്നാണ് കേട്ടത്. അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് കട്ടിയാവും കേസ്. പക്ഷെ ഇപ്പോൾ സിദ്ദിഖിന്റെ ഇതിന്റെ പേരിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയെങ്കിലും ഇവിടുന്ന് പുറത്ത് ചാടുവാണെങ്കിൽ വീഡിയോകൾ ചെയ്തോ. ഒരു പൗരൻ അവൻ്റെ ഇത് പറയുന്നത് കൊണ്ട്, അവൻ്റെ അഭിപ്രായം പറയുന്നത് കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പദവിയിലിരിക്കുന്നവരെയൊക്കെ പറയുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് പറയുക. അതും ഫാക്റ്റുകൾ പറയൂ. നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്, ഇത് പറയേണ്ട രീതിയിൽ പറയൂ. അല്ലാതെ ഇങ്ങനെ ആൾക്കാരെ തെറി വിളിച്ചും അല്ലെങ്കിൽ സ്ഥാനവും മാനവും ഒന്നും നോക്കാതെയൊക്കെ പറയുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ചെകുത്താനോട് നമുക്കിത് പറയാൻ പറ്റില്ല. കാരണം ചെകുത്താൻ തീരുമാനിക്കുന്നത് ചെകുത്താൻ ചെയ്യുള്ളൂ. എനിവേസ്, നല്ലത് നടക്കട്ടെ. ഗുഡ് ബൈ.